ജനാധിപത്യ പ്രക്രിയയിൽ അതെന്നതാ? ഒരു മിനിറ്റ്. ഇതെന്താ നാക്കേറി ചുറ്റാണ്? കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മാറ്റും ചട്ടുകങ്ങളെ. ഇന്നലെ നോക്കിയാൽ ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം, ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു 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 പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു. ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും. നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർജി കേരളയിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയി ഇറക്കുന്നു. നിങ്ങൾ അറിഞ്ഞ പോലെ മൂപ്പർക്ക് നല്ലൊരു സ്വീകരണം നാട്ടിൽ ഉറക്കി BJP കരുത്ത് തെളിവിച്ചു. മാലയൊക്കെ ഇട്ട് രാജീവ് ജിയെ സ്വീകരിച്ചു. നമ്മൾ അത് കണ്ട് രോമാഞ്ചഖഞ്ചിതരായി. BPL മുതൽ കളമശ്ശേരി വരെ നീളുന്ന രാജീവ് ജിയുടെ ടെക്നോക്രാറ്റിക്കായ നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ ഓർത്ത് 1-ാം നമ്പർ ചാനൽ മുതൽ 8-ാം നമ്പർ ചാനൽ വരെ, പിന്നെ നമ്പർ ഉണ്ടെങ്കിൽ അതുവരെ രോമാഞ്ചഖഞ്ചിതരായി. നേരോടെ നിർഭയം നിരന്തരം വേറെ ഏതെങ്കിലും പാർട്ടിയുടെ ആയിരുന്നെങ്കിൽ കാണിച്ചു തരാം എന്ന് അവർ ആത്മകഥം പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതിനിടയിൽ ഗംഭീരമായി നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പാർട്ടി മാലയൊക്കെ ഇട്ട് സ്വീകരിക്കപ്പെട്ട നിലയിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ കാണപ്പെട്ടു. ആ പൂ കൊടുത്ത ആള് ക്യാമറയിലോട്ട് നോക്കുന്നില്ല. നമുക്ക് ഫോട്ടോ കിട്ടണമെങ്കിൽ ക്യാമറയിൽ നോക്കണം. അങ്ങനെ തന്നെ അങ്ങോട്ട് നോക്കൂ. ഇപ്പൊ ശരിയായി. ഇനി ഒന്ന് ചിരിച്ചിട്ട് പോയിക്കോളൂ. താങ്ക് യു. വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ഒരു 3-4 മാസമായി നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസിന്റെ ഫലമായി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അതെന്നതാ? പ്രക്രിയയല്ലേ മൂപ്പര് ഇനി ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാക്ക് ചുറ്റുന്നല്ലോ. പ്രക്രിയയിൽ ഒരു മിനിറ്റ്. ഇതെന്താ നാക്കേറി ചുറ്റാണ്? എന്തെങ്കിലും ആട്ടെ, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഒരക്ഷരല്ലേ നമ്മുടെ നാക്കും ചുറ്റിക്കോട്ട. പ്രസിഡന്റ് പറ. പ്രക്രിയയിൽ എന്നെ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ അങ്ങ് വളച്ചു കെട്ടി പറഞ്ഞാലേ ഇനിയും ചുറ്റും കേട്ടാ. വേഗം പറ, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്. എനിക്കൊരു സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു. അതാണ്. നോക്കാതെ വായിക്കുന്നതാണ് നല്ലത്. എഴുതി കൊണ്ടുവന്നത് വായിച്ചാലേ അലമ്പാവും, നേരത്തെ പോലെ അലമ്പാവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളയിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല. നോക്കുകൂലിയൊന്നും ഇപ്പൊ കേരളത്തിൽ ഇല്ല സാറേ. ഇപ്പോ നിങ്ങളുടെ മൂത്ത നേതാവ് ഒരു വിദ്വേഷം അടിച്ചു വിട്ടതല്ലേ അങ്ങ് പാർലമെന്റില്, രാജ്യസഭയില്. കേരളത്തിലെ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ ബാഗ് പിടിക്കാൻ ആള് വരും, അവർക്ക് വല്ല നോക്കുകൂലി കൊടുക്കണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഈ നാട്ടിലാർക്കും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പം ബാഗ് പിടിക്കാൻ പോയിട്ട് നോക്കുകൂലി കൊടുത്ത അനുഭവമേ ഇല്ല. പണ്ട് നോക്കുകൂലി ഉള്ള കാലത്തും ഇല്ല. അതൊക്കെ വേറെ ചില സമീപനങ്ങളാണ്. പ്രസിഡന്റ് ആ മരുന്നുമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നതെങ്കിലേ ലേശം പ്രയാസപ്പെടും. പോട്ടെ. പിന്നെ എങ്ങനെയുള്ള കേരളമാണ് നിങ്ങളുടെ സങ്കല്പം? വിദ്യാഭ്യാസോ എന്താ പറഞ്ഞേ? അയ്യോ, വിദ്യാഭ്യാസം ഇവിടെ വേണ്ടട്ടാ. ഇവിടെ പക്കാ വിദ്യാഭ്യാസത്തിനെ പ്രസക്തിയുള്ളൂ. അവിടുന്ന് പഠിച്ചു വന്നതൊക്കെ ഇവിടെ ഇറക്കാൻ നോക്കിയാലേ കുടുങ്ങിപ്പോവും. ഇവിടെ വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസമാണ് ഉള്ളത്. മലയാളികൾക്ക്, കേരളീയർക്ക് വിദ്യാഭ്യാസമാണ് ഉള്ളത്. വിദ്യാഭ്യാസമുള്ള തലമുറ, അങ്ങനെ ഒരു തലമുറയാണ്. ഇവിടെ വന്നപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നിങ്ങളുടെ ചില നേതാക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പോലെയല്ല കേരളം വിദ്യാഭ്യാസമുള്ള തലമുറയുടേതാണ്. എല്ലാവർക്കും പുരോഗതി, എന്താ വിഘ്നസോ? മൂപ്പരന് വികസനാണ് ഉദ്ദേശിച്ചത്? വികസനായിരിക്കും സാറേ. വികസനത്തിന് അവസരം കിട്ടണം. ഇതിലും മേലെ പോണം. കീഴോട്ടല്ല, മേലോട്ട്. നിങ്ങളുടെ മറ്റേ മോഡലിൽ പടവലങ്ങ പോലത്തത് വേണ്ട കേട്ടോ. ഇവിടുത്തെ കാര്യമൊക്കെ മനസ്സിലാക്കിനോ? എന്നിട്ട് തന്നെയാണോ സംസാരിക്കുന്നത്? ഞാൻ അറിഞ്ഞതായിരുന്നു. കർണാടകയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുതുച്ചേരി ഇലക്ഷനിലും പ്രഭാരിയാവുമ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ മനസ്സിലാക്കിയത്? BJP കേരളയുടെ കേരള അല്ല സാറേ, കേരളം. കേരള എന്നുള്ള പേര് മാറ്റാൻ കുറെ കാലമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ വരെ പ്രമേയം കൊണ്ടുവന്നതാ. നിങ്ങൾ കുറെ ആളുകൾ, നിങ്ങളെ നേതാക്കന്മാര് കേരളം എന്ന് കൊന്നാലും പറയില്ല. ഇനിയെങ്കിലും സാറെങ്കിലും പറയണം. കേരളത്തിലേക്കാണ് വരുന്നതേ. പഴയ പരിപാടിയൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല. കേരളത്തെ പറ്റി എന്താ കരുതിയത്? കേരളേനെ പറ്റിയല്ലെന്ന്, കേരളത്തെ പറ്റി. കേരളം നമ്മളെ കേരളക്ക് എന്തായി നമ്മൾ വിചാരിക്കുന്നു? ഒന്നും ആയിട്ടില്ല. ഒന്നും ആക്കാതിരുന്നാ മതി. ഗുജറാത്തിലും UP-യിലും ഒക്കെയുള്ള ആ മോഡൽ പോലെ ആക്കാതിരുന്നാ മതി. കേരള ആക്കണ്ട, കേരളം.
കേരളയ്ക്കല്ല, കേരളത്തിന്. നമ്മുടെ കേരളത്തിന്. അതന്നെ. അപ്പൊ പറയാനറിയാം നമ്മുടെ കേരളത്തോട് എന്തുതരം സമീപനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഹെഡ്ലൈൻ എല്ലാം വായിക്കുമ്പോ കടം വാങ്ങാൻ പോകുന്നു, ആ കാശ് കൊടുക്കാനില്ല, KSRT. എന്തെന്ന്? KSRT. അത് KSRT അല്ല സാറേ, KSRTC. KSRTക്ക് കാശ് കൊടുക്കാനില്ല. KSRTCന്റെ കാര്യം മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് കേരളത്തിലോട്ട് നോക്കിയാൽ മൊത്തത്തിൽ കാര്യം മനസ്സിലാവും. 90,000 കോടിയോളം ഇപ്പോഴും തരാനുണ്ട് കേന്ദ്രം. ലോൺ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. വയനാട് ദുരന്തത്തിന് വലിയ കണ്ണീരൊക്കെ ഒലിപ്പിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടേ 5 പൈസ കൊടുത്തിട്ടില്ല. 4 വാർഡ് നിന്നും വരിഞ്ഞു മുറക്കാണ്. BJP സർക്കാർ കുരുക്കുമുറുക്കി സീറ്റ് നേടാനുള്ള പരിപാടി ആയിരിക്കുന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും BJP ആയി ഇരിക്കുകയാണ്. ഇനിയിപ്പോ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കേരളയ്ക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയല്ലോ, അത് മതി. നമ്മൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്നും നമ്മളെ യൂത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ആർക്കും സംശയമില്ല. കുറെ പരിവാരങ്ങൾക്ക് മാത്രമാണ് ആ സംശയമുള്ളത്. കേരളത്തെ വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന കുറെ ആളുകൾക്ക്. കേരളത്തിന് പുറത്ത് നമ്മുടെ യുവാക്കൾ വളരെ വിജയകരമാണ്. അതെ. ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആയിരിക്കൂലപ്പാ. നിങ്ങളുടെ കുറെ നേതാക്കന്മാർക്ക് സംശയമുണ്ട്. അത് നിങ്ങളൊന്ന് പോയി ചോദിക്കണം, എന്നിട്ട് തിരുത്തണം. ഇന്ന് ചോദിക്കേണ്ടത്, നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വീണ്ടും കേരള അല്ല കേരളം, നമ്മുടെ ഈ കേരളം. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് പോകുന്നത്? കേരളം പിന്നോട്ട് പോകുന്തോറും നിങ്ങളെ വോട്ട് ശതമാനം കൂടുന്നുണ്ടല്ലോ, അത് സമാധാനല്ലേ? മൊത്തം പാപ്പരായാൽ മാത്രമേ കേന്ദ്രം കേരളത്തിന് പൈസ തരൂ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുള്ള നാടല്ലേ സാറേ? എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റ്മെന്റ് വരാത്തത് എന്തുകൊണ്ടാ? ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോ ഒരു വണ്ടി നിർത്തി, രാജേഷ് ഉണ്ടായിരുന്നു എന്റെ കൂടെ. വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി, അവിടെ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി പറഞ്ഞു, ഞാനാണ് BJPന്റെ കാൻഡിഡേറ്റ്, എനിക്ക് ചേച്ചി വോട്ട് തരണം. അപ്പൊ ആദ്യം ദേഷ്യമുണ്ടോ എന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും CPM-ഉം കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും, വാഗ്ദാനം തരും, ഒന്നും ചെയ്യില്ല. അപ്പോഴാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്, അല്ല ഞാൻ CPM-ഉം അല്ല കോൺഗ്രസും അല്ല, ഞാൻ BJP NDA ആണ്. അപ്പൊ തന്നെ അവര് പോയി കുറെ പേരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, രാജീവ് ചന്ദ്രശേഖർ എന്നൊരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, BJP ആണ്, NDA ആണ് എന്ന്. എല്ലാവരും പോയി വോട്ട് ചെയ്തു. റിസൾട്ട് വന്നപ്പോ കാര്യം പിടികിട്ടി കാണും. മൂപ്പർക്ക് BJP ആണ്, NDA ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടി കാണും. മാറ്റം വേണം. ഈ മാറ്റം ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ഒരു ദൗത്യം. എങ്ങനെ? ഇത് ഇന്നലെ നോക്കിയാൽ, ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം, ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു. എന്റെ അമ്മയെ എന്തെന്നാ മൂപ്പര് പറയുന്നത്? എനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോപ്പാ. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയാം. അതാ നല്ലത്, ഇംഗ്ലീഷ് പറയുന്നതായിരിക്കും നല്ലത്. ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ കം ടു വേർ ദ ടാലന്റ് ഇസ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വേർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇംഗ്ലീഷിലും പറയണ്ട സാറേ, മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ. അതൊരു പൊതു പ്രസ്താവനയുമാണ്. കേരളത്തിന്റെ പ്രസിഡന്റായി വരുമ്പോൾ അതിലെന്തേലും പുതിയ വീക്ഷണം അവതരിപ്പിക്കാനല്ലേ നോക്കേണ്ടത്. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നോക്കാണ്ട് പ്രസംഗിച്ച ഇനിയും അബദ്ധാവും. രാജീവ്ജി എഴുതിക്കൊണ്ടാ വന്നത്, അത് തന്നെ വായിക്കുന്നതാ നല്ലത്. അതന്നെ വായിച്ചോ, എഴുതിക്കൊണ്ടെന്ന് വായിച്ചോ. കേരളവും വളരണം, നിക്ഷേപങ്ങൾ സ്വീകരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം. അതിനെന്താ ഒരു ഒറ്റമൂലി? ഇതാണ് ഈ വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി. അതുകൊണ്ട് കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഡെവലപ്മെന്റ് വിഷൻ നമുക്ക് എല്ലാ വീട്ടിലും പോയിട്ട് എത്തിച്ചോ. അങ്ങനെയെങ്കിലും മാറുമെന്ന് നോക്കാം. ഈ മാറ്റത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ലപ്പാ, അമ്മാതിരി പറച്ചിലായി പോയി സാറേ. മാറ്റുവിൻ ചട്ടുകങ്ങളെ, ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മാറ്റുവിൻ ചട്ടുകങ്ങളെ, ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും. ഒടുവിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോകുന്നു. എന്റെ അമ്മേ, ഇനി പ്രധാനപ്പെട്ട വേറെയും പോയിന്റോ? എന്താ അത്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് NDA സർക്കാർ അധികാരത്തിൽ
എത്തണം. ഓ, മാറ്റം യാഥാർത്ഥ്യമാക്കാൻ NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന്. NDA BJP അധികാരത്തിൽ കൊണ്ടുവരാനാണ് എനിക്ക് തന്ന ദൗത്യം. ശരി ശരി, കുമ്മനത്തിനും K. സുരേന്ദ്രനും വരെ അതിനു മുമ്പ് ഒരുപാട് ആളുണ്ട് കേട്ടോ, ഇത് തന്നെയായിരുന്നു ദൗത്യം. അവരൊക്കെ എത്ര പേരെ മുഖ്യമന്ത്രിയാക്കിയത്? ഒടുക്ക E. ശ്രീധരൻ ഓഫീസ് വരെ എടുത്തല്ലേ? ഇനി രാജീവ്ജിയും അതിനുള്ള ശ്രമത്തിലാണോ? ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. അതായത് മൂപ്പര് ഇവിടുന്ന് പോകില്ല എന്നർത്ഥം. അപ്പൊ വേറെ ആർക്കും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒന്നും ആകണ്ടേ? രാജീവ്ജി മാത്രം എങ്ങനെ ഇരുന്നാ മതിയാ? അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ. ഇതെന്താ മൂപ്പര് സ്വന്തം പ്രൊഫൈല് എഴുതി വായിക്കാണോ? പട്ടാളക്കാരന്റെ മകൻ. തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച സെന്റിമെന്റ്സ് ആയി പോയി. മൂപ്പര് എഴുതി വായിക്കുമ്പോഴും സെന്റിമെന്റ്സിന് ഒരു കുറവുണ്ടാവില്ല. 8 സെൻട്രൽ സ്കൂൾ ഇന്ത്യയില് വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച, അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത, 18 കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ MP ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ മൂപ്പര എഴുതി കൊണ്ടുവന്നത് ഇത്ര കഷ്ടപ്പെട്ട് വായിച്ചിട്ടും ഇത്ര സെന്റിമെന്റലായി വായിച്ചിട്ടും ആരും ഒന്നും കൈയടിക്കാത്തന്തോ? ഒന്ന് കൈയടിക്കുന്ന ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു. ഞാൻ എന്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു. കയ്യടി കയ്യടി കയ്യടി. ഓ, സമാധാനായി. ഇനി രാജീവ്ജിക്ക് പ്രസംഗം സന്തോഷത്തോടെ അവസാനിപ്പിക്കാം. എന്റെ വാക്കു ചുരുക്കുന്ന മുമ്പ് ഞാൻ ശ്രീ നാരായൺ ഗുരുദേവിന്റെ ഒരു കോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതെന്താ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത്. ഇത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഈ BJP NDAയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് കോട്ടാണ്. മലയാളികൾക്ക് എപ്പോഴും അത് ഇമ്പോർട്ടന്റ് തോട്ടാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരായി, സംഘടിച്ച് ശക്തരായി, പ്രയത്നം കൊണ്ട് സമ്പന്നരായി, സകല വിദ്വേഷ ശക്തികളെയും നേരിട്ട് തോപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. രാജീവ്ജിക്ക് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.